ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ. ഞാൻ 1 വീക്കിലേറെയായി വീഡിയോസൊക്കെ ചെയ്തിട്ട്. ഇതിനിടയ്ക്ക് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, ഒരു ഡിസൈനിങ്ങിൻ്റെ വീഡിയോ. പക്ഷേ വീഡിയോക്ക് ചെറിയൊരു പ്രോബ്ലം കാരണം എനിക്കത് പോസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഇത് ഞാനൊരു പുതിയ ഡിസൈനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ ടോപ്പിൽ എങ്ങനെ നമുക്ക് സ്റ്റോൺ വർക്കിൻ്റെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റോൺ വെച്ച് നമുക്ക് എങ്ങനെ ഈ ടോപ്പിനെ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തെടുക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചെറിയ തരം സ്റ്റോണും എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത സ്റ്റോണുകളെല്ലാം അയൺ ചെയ്ത് ഒട്ടിക്കുന്ന സ്റ്റോണാണ്. പക്ഷെ ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിൻ്റെ ക്ലോത്ത് സിൽക്കിൻ്റെ ക്ലോത്ത് ആയതുകൊണ്ട് അത് അയൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ കത്തിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അയൺ ചെയ്തെടുക്കുന്നില്ല. ഞാൻ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എടുത്തിട്ടുള്ള ഗ്ലൂ ഇവിടെ ഫാബ്രിക് ഗ്ലൂ ആണ്, സെറാലൈറ്റിൻ്റെ ഫാബ്രിക് ഗ്ലൂ. അപ്പോൾ ഇത് നല്ലൊരു ഗമ്മാണ് കേട്ടോ എൻ്റെ അറിവിൽ. പിന്നെ ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൗണ്ട് നെക്കിലും അതുപോലെ ടോപ്പിൻ്റെ സ്ലീവിലും പിന്നെ താഴ്ഭാഗത്തോ ഈ 3 ഭാഗത്താണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നല്ല കട്ടിയുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പീസോ അതല്ലെങ്കിൽ കട്ടിയുള്ള നല്ലൊരു ക്ലോത്തോ അല്ലെങ്കിൽ ക്യാൻവാസ് പോലത്തെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടിഭാഗത്ത് ഉൾവശത്തായിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ഗമ്മ് ഒറ്റിക്കുമ്പോൾ ബാക്ക് സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റൗണ്ട് ഷേപ്പ് ജസ്റ്റ് ചോക്ക് ഉപയോഗിച്ച് ആ ലൈനൊന്ന് വരച്ചെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ലൈനിൻ്റെ പുറത്തേക്ക് വർക്ക് പോയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ആ റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ചോക്ക് ഉപയോഗിച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് വരച്ചെടുക്കുന്നത്. ദെൻ ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോണാണ്. പിന്നെ ഗം ഒറ്റിച്ചെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചെടുക്കണം. ഓവറായിട്ടൊന്നും ഗം എടുക്കരുത്. ജസ്റ്റ് ഡോട്ടിട്ട് വേണം നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കാൻ. പിന്നെ ഓവറായിട്ട് എടുത്താൽ ഞാനെടുത്ത പോലത്തെ ക്ലോത്തൊക്കെ ആണെങ്കിൽ ആകെ വൃത്തികേടാവും. ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് ഡോട്ടിട്ട് വേണം ഒട്ടിച്ചെടുക്കാൻ. പിന്നെ ഞാൻ എടുത്ത ഈ സ്റ്റോൺ കുറച്ച് വലുതായതുകൊണ്ട് കയ്യിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൈ വെച്ച് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. സ്ക്വയർ ഷേപ്പുള്ള സ്റ്റോൺ ഞാൻ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ 4 എണ്ണമൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് സ്ക്വയർ മോഡൽ തന്നെയാണ് ഞാനിവിടെ ഈ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ലൈന് മുഴുവനായിട്ട് നെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് മുഴുവനാക്കിയിട്ടുണ്ട്. അടുത്ത റൗണ്ട് നമ്മൾ ചെറിയ സ്റ്റോൺ ഉപയോഗിച്ച് ചെയ്യുകയാണ്. ഈ ചെറിയ സ്റ്റോണ് കയ്യിൽ ഒതുങ്ങാത്ത സ്റ്റോൺ ആയതുകൊണ്ട് മൊട്ടുപിന്നൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ കുത്തിയെടുത്ത് ഒട്ടിക്കാവുന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ചെറിയ സ്റ്റോൺ ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ മുട്ടുപിന്ന് ഉപയോഗിച്ച് നമ്മളെങ്ങനെ ഈ സ്റ്റോൺ ഒട്ടിക്കാമെന്ന് ചോദിച്ചാൽ മുട്ടുപിന്നിൻ്റെ തുമ്പിൽ ജസ്റ്റ് ഒന്ന് ഗമ്മ് പുരട്ടിയിട്ട് പിന്നെ സ്റ്റോണിനെ എടുക്കുക, എന്നിട്ട് അവിടെ ഒട്ടിച്ചെടുക്കുക.
ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാത്തവരെ ഞാൻ ചെയ്യുന്നത് വീഡിയോയിൽ ശ്രദ്ധിച്ച് കാണും. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ലൈനും ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ലൈൻ ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ലൈൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈനിൻ്റെ ഓരോ ഇടവിട്ടിട്ട് ഗമ്മ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഇങ്ങനെ ഓരോ സ്റ്റോണ് ഇടവിട്ട് അടുത്ത ലൈൻ നമ്മൾ ഫില്ല് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ലൈനും കഴിഞ്ഞിട്ടുണ്ട്. തേർഡ് ലൈൻ നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് ലൈനിൻ്റെ ഓരോ സ്റ്റോണിൻ്റെ ഇടയിലായിട്ട് സെൻട്രൽ അടിയിൽ കൊടുക്കുകയാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത ലൈനും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അടുത്ത ലൈന് മൂന്നാമത്തെ ലൈനിൽ അതേപോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്തേക്ക് വീണ്ടും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ലീവാണ്. സ്ലീവിൽ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മുടെ സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോണ് അതേ മോഡൽ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ 2 സ്ലീവ് നമ്മൾ ഫുൾ ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ സ്ലീവിൽ നമ്മൾ നെക്കിന് ഉപയോഗിച്ച ആ ചെറിയ കുഞ്ഞ് സ്റ്റോൺ ഞാൻ സ്ലീവിൽ കൊടുക്കുന്നില്ല. ഓൺലി സ്ക്വയർ ഷേപ്പിലുള്ള സ്റ്റോൺ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ താഴ്ഭാഗത്തെ ഡിസൈനും മുഴുവനാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനൊരു സ്റ്റോൺ നിങ്ങളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. 3 ടൈപ്സിലുള്ള സ്റ്റോൺ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ 2 തരം ഞാൻ നിങ്ങളെ കാണിച്ചു. അപ്പോൾ മൂന്നാമത്തെ സ്റ്റോൺ ഇതായിരുന്നു കേട്ടോ. ഇതും സെക്കൻഡ് സ്റ്റോണിൻ്റെ അതേ സൈസിലുള്ള സ്റ്റോണാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിവിടെ അടുത്ത സ്റ്റെപ്പ് മുഴുവനാക്കിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റോൺ ഇതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. സെക്കൻഡ് സ്റ്റോൺ ഞാൻ വെച്ചിരിക്കുന്നത് ആദ്യം ചെയ്തതിൻ്റെ സെൻട്രലായിട്ട് ഓരോന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോന്നിൻ്റെ സെൻറ്റർ നോക്കിയിട്ടാണ് ഈ ബ്ലൗസ് സ്റ്റോൺ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഡിസൈൻ പൂർത്തിയായിരിക്കുകയാണ്.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഡിസൈൻ വീട്ടിൽ ചെയ്തു നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ സ്റ്റോണും പിന്നെ ഒട്ടിക്കുന്ന ഗമ്മിൻ്റെ ഒരു ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം നമ്മുടെ അടുത്താണ്. അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ നല്ല വെറൈറ്റി ആയിട്ടുള്ള മോഡലൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ടോപ്പിനെ നമുക്ക് ഹെവി ആക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഡിസൈനിങ്ങിൻ്റെ ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചെന്ന് പറഞ്ഞു. ആ വീഡിയോ ഇതുപോലെ നെക്കിൻ്റെ സ്ലീവിൻ്റെ ഡിസൈൻ തന്നെ ആയിരുന്നു. ആ വീഡിയോൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ അന്ന് ചെയ്തിരുന്ന ഡിസൈന്. ഞാൻ ഈ ഡിസൈനിൽ ബുള്ളിയർ റോസിൻ്റെ സ്റ്റിച്ചും അതുപോലെ ട്യൂബ് വർക്കും പിന്നെ ചെറിയ ബീഡ്സ് ഉപയോഗിച്ചായിരുന്നു ഈ ഡിസൈൻ ചെയ്തിരുന്നത്. നല്ലൊരു ഡിസൈനായിരുന്നു. പക്ഷേ ഈ വീഡിയോക്ക് ചെറിയൊരു പ്രോബ്ലം, ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു പ്രോബ്ലം സംഭവിച്ചുകൊണ്ട് എനിക്കിത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.